തിരുവനന്തപുരം ചലച്ചിത്രമേളയിൽ സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് സിനിമ കണ്ട പയ്യനായിരുന്നു സജിൻ ബാബു. 8 വർഷങ്ങൾക്കിപ്പുറം സജിൻ മേളയിലെത്തിയത് തന്റെ സ്വന്തം സിനിമയുമായാണ്. അസ്തമയം വരെ എന്ന സിനിമ ഇന്നലെ മേളയിൽ പ്രദർശിപ്പിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കാഴ്ചയുടെ ലോകത്തെക്കുറിച്ച് സജിൻ അന്വേഷിച്ചത്. ലോക സിനിമകൾ സംഗമിക്കുന്ന തിരുവനന്തപുരം മേളയിൽ സിനിമ കാണാനെത്തിയ ആ വിദ്യാർത്ഥി കൈരളി തിയേറ്ററിൽ കയറാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. ഒടുവിൽ സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് തിയേറ്ററിൽ കയറി സിനിമ കണ്ടു. ഇതേ സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കൂട്ടം, ജനം, എങ്ങനെ ആരും അപ്രോച്ച് ചെയ്യണം, ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. സത്യത്തിൽ എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം, അപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം കിടന്ന് കറങ്ങി ഒരു ഉച്ചവരെ നിന്ന് മനസ്സിലാക്കി. എന്നിട്ട് പതുക്കെ ഇത് പുതുക്കി പണിയുന്നതിന് മുന്നേ ഇതിൻ്റെ തൊട്ട് താഴെ കൂടെ, ഈ തിയേറ്ററിൻ്റെ താഴെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കില്ലായിരുന്നു. പക്ഷെ അതുവഴി കയറി നമുക്ക് മുകളിൽ തിയേറ്ററിനകത്ത് എത്താമായിരുന്നു. സിനിമ കണ്ടിരിക്കുക മാത്രമല്ല, ഗൗരവമുള്ള സിനിമകൾ എടുക്കുന്നതിനെക്കുറിച്ചും സജിൻ ആലോചിച്ചു. സെമിനാരിയിൽ ചേർന്ന യുവാവിന്റെ ആത്മസംഘർഷങ്ങൾ പറയുന്ന അസ്തമയം വരെ എന്ന സിനിമ പിറന്നത് അങ്ങനെയാണ്. അതിനുശേഷം 8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സിനിമ ഇവിടെ കോമ്പറ്റീഷനിൽ മത്സരിക്കുകയാണ്. ഇതേ IFFK-യിൽ. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആദ്യം ശ്രദ്ധിക്കപ്പെടാതിരുന്ന സിനിമ കഴിഞ്ഞ ദിവസം നടന്ന ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം നേടി. ഒളിച്ചുകയറിയ ചലച്ചിത്രമേളയിൽ സജിൻ ഇപ്പോൾ നിൽക്കുന്നത് ലോക സിനിമകളോട് മത്സരിക്കാൻ പ്രാപ്തി നേടിയ തന്റെ സ്വന്തം സിനിമയ്ക്കൊപ്പമാണ്. ക്യാമറമാൻ സോനു വെള്ളിമാടുകുന്നതിനൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.